ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി ഇടപ്പള്ളി പൂക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്നും വെറും 1/2 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു 5 സെന്റിലെ വീടിന്റെ വിശേഷവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ഏരിയ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് എയർപോർട്ട് സീപോർട്ട് റോഡിലേക്ക് 5 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് വരുന്ന ദൂരം 9.5 കിലോമീറ്ററുമാണ്. ഒത്തിരി നല്ല താമസക്കാരുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം വീതിയുള്ള ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്ത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ചുറ്റുമതിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിന്റെ മെയിൻ ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ഇന്നോവ പോലുള്ള 3 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന ഒരു പാർക്കിംഗ് സ്പേസ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. അതിൽ ഒന്ന് കവേർഡ് ആക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നതും. വീടിന്റെ ഇടതുവശത്തായി ഒരു ഗാർഡൻ ഏരിയയൊക്കെ ബിൽഡർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർവെള്ളം തന്നെയാണ്. കൂടാതെ KW വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. വീടിന്റെ ചുറ്റുഭാഗത്തൊക്കെ ആവശ്യത്തിന് സ്പേസ് കൊടുത്ത് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. പ്രീമിയം ടൈൽസ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു ചെറിയ സിറ്റ് ഔട്ടാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് പ്രവേശിക്കുന്നത് ഈ വീടിന്റെ വിശാലമായ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. ഡബിൾ ഹൈറ്റഡ് ഏരിയയ്ക്കാണ് ബിൽഡർ ലിവിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. മനോഹരമായ ഒരു ഷാൻലിയറും കൂടാതെ സൺലൈറ്റ് നല്ല രീതിയിൽ തന്നെ ലഭിക്കുന്നതിനായി വലിയൊരു ഗ്ലാസ് പാർട്ടീഷൻ വർക്കും നമുക്കിവിടെ കാണാം. മോഡേൺ ലുക്കിലുള്ള വലിയൊരു TV യൂണിറ്റ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മളിന് നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഡൈനിങ് സ്പേസിലേക്കാണ്. വിശാലമായൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 7-8 ആളുകൾക്ക് വരെ സുഖമായിരിക്കാവുന്ന സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ടേബിൾ ഇവിടെ നമുക്ക് ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പാനലിൽ വർക്കൊക്കെ കൊടുത്ത് മോഡേൺ ലുക്കിൽ തന്നെയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്നും പ്രൈവസി ലഭിക്കുന്ന രീതിയിലാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴ്ഭാഗത്തും മുകൾ ഭാഗത്തുമായി ഒത്തിരി കബോർഡ് വർക്കുകളൊക്കെ നമുക്കിവിടെ കാണാം. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിന്റെ അടുക്കള വരുന്നത്. കിച്ചണിനോട് തൊട്ട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി ബിൽഡർ കൂട്ടിയെടുത്തിട്ടുണ്ട്. മുഴുവനായി കവർ ചെയ്ത് നല്ല ഫിനിഷിംഗിൽ തന്നെയാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. നമുക്കിനി നേരെ ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 പാളികളുള്ള ഒരു വാർഡ്രോബും അതിനോട് കൂടെ തന്നെ ചെറിയൊരു സ്റ്റഡി ടേബിളും നമുക്കിവിടെ കാണാം. ബെഡ്റൂമിന്റെ ഒരു ഭാഗത്തായി സെപ്പറേറ്റ് ആയി ഡ്രസ്സിംഗ് ഏരിയയും ബിൽഡർ നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്ത് തന്നെയാണ് റൂം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 11 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. സ്ലൈഡിംഗ് ഡോറുകൾ നൽകിക്കൊണ്ടുള്ള ഒരു വലിയ വാർഡ്രോബാണ് ഈ റൂമിൽ നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആക്കി തന്നെയാണ് ബിൽഡർ കൊടുത്തിരിക്കുന്നത്. താഴത്തെ നിലയിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി വീടിന്റെ 1ാമത്തെ നിലയിലേക്കൊന്ന് കടന്നു ചെല്ലാം. വുഡൻ ഫിനിഷ് വരുന്ന ടൈലുകളാണ് സ്റ്റെയർവേയിൽ നൽകിയിരിക്കുന്നത്. 1ാം നിലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആദ്യമായി കാണുന്നത് ഈ വീടിന്റെ ലിവിംഗ് സ്പേസ് ആണ്. ഒരു പാസേജ് കണക്കെ വരുന്ന ലിവിംഗ് ഏരിയ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് ഏരിയയിൽ വരുന്ന ഷാൻലിയർ നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. കൂടാതെ ലിവിംഗ് ഏരിയയുടെ ഒരു ഭാഗത്തായി സ്റ്റഡി ടേബിളും കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയോട് തൊട്ട് ചേർന്ന് തന്നെയാണ് യൂട്ടിലിറ്റി സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 10 അടി നീളം വരുന്ന ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യൂട്ടിലിറ്റി ഏരിയയുടെ ഒരു ഭാഗത്തായി അയൺ ചെയ്യുന്നതിനും മറ്റുമായുള്ള ഒരു സൗകര്യം നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. കൂടാതെ വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഒരു കോർണറിലായി നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ്. 12 അടി നീളവും 11 അടി വീതിയും വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 പാളികളുള്ള ഒരു വാർഡ്രോബും ഈ റൂമിൽ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ കൂടി തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി കടന്നു ചെല്ലുന്നത് വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. താഴെ കണ്ടതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ തന്നെയാണ് റൂം നിർമ്മിച്ചിരിക്കുന്നത്. 3 പോർഷനുകളായി കൊടുത്തിരിക്കുന്ന വാർഡ്രോബും ഇവിടെ നൽകിയിട്ടുണ്ട്. 4ാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആക്കി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി കടന്നു വരുന്നത് ഈ വീട്ടിലെ ഓപ്പൺ ബാൽക്കണിയിലേക്കാണ്. അല്പം ഭാഗം കവേർഡ് ആക്കിയും ബാക്കി ഓപ്പൺ ആക്കിയുമാണ് ഇവിടെ ബാൽക്കണി നിർമ്മിച്ചിരിക്കുന്നത്. മൊറോക്കൺ ടൈൽസ് ഒക്കെ കൊടുത്ത് നല്ല മനോഹരമായൊരു ബാൽക്കണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ വിലയൊന്ന് നോക്കാം. 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 3 വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള ഈ 4 ബെഡ്റൂം വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്ന വില 1,25,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്.
ഈ വീട് നേരിൽ കാണാനായോ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായോ നിങ്ങൾക്ക് ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി എത്തുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.